നമ്മുടെ പ്രൊഡ്യൂസർ സാന്ദ്ര തോമസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ വളരെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ ചാനലിൽ ഞാൻ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും സാന്ദ്ര തോമസിൻ്റെ പരാതി അത് പോലീസ് FIR ആക്കിയിരിക്കുകയാണ്. ഓക്കെ, സാന്ദ്ര തോമസിനെ അപമാനിച്ചു വിട്ട സംവിധായകൻ B ഉണ്ണികൃഷ്ണനെതിരെയാണ് കേസ് വന്നിട്ടുള്ളത്. പിന്നെ നിർമ്മാതാവ് ആൻഡോ ജോസഫ് കേസിൽ 2ാം പ്രതിയായിട്ടുണ്ട്. പൊതുമധ്യത്തിൽ അപമാനിച്ചു എന്നാണ് പരാതിയായിട്ട് FIRൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഉണ്ടായൊരു ഇൻസിഡൻറ്റും അല്ലെങ്കിൽ ഇതിലേക്ക് ഈ FIRലേക്ക് വന്നൊരു ഇൻസിഡൻ്റൊക്കെ നമ്മളിതിന് മുമ്പ് പറഞ്ഞതാണ്. ഓഫീസിലേക്ക് കയറിപ്പോയ സമയത്ത് അവിടെ സാന്ദ്ര തോമസ് ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അവിടെ നിന്നുണ്ടായ കുറേ സിയാദ് കൂക്കറും ബാക്കിയുള്ളവരൊക്കെ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും പിന്നെ ഈ ഡ്രസ്സിൻ്റെ ബട്ടൺ ഒന്ന് മാറിയതിൻ്റെ വിഷയങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ സാധനങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പഴയ വീഡിയോ നിങ്ങൾ എടുത്തിട്ട് ഇതേ ചാനലിൽ സാന്ദ്ര തോമസ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആ ഒരു കേസ് കുറച്ച് മുമ്പ് കൊടുത്ത കേസ് ഇപ്പോഴാണ് FIR ആയി വന്നത്. എന്താണെങ്കിലും അവരതിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് സാന്ദ്ര തോമസ്. അവർക്ക് ഇനി മുന്നോട്ട് സിനിമ ചെയ്യാൻ സമ്മതിക്കില്ല എന്നൊക്കെയുള്ള ഭീഷണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി മുന്നോട്ട് സിനിമ ചെയ്യുന്ന സമയത്ത് ഇവരോടൊന്നും കോംപ്രമൈസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇവരോടൊന്നും ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടോ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തന്നെയാണ് സാന്ദ്ര തോമസിൻ്റെ സ്റ്റാൻഡ്. അവർ ഓപ്പണായിട്ട് എല്ലാ ചാനലുകളും വന്ന് ഈ ഒരു കേസ് എടുത്ത സമയത്ത് അവരെ ബൈറ്റ് എടുക്കാൻ പോയ സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഏഷ്യാനെറ്റിൽ വെച്ചിട്ട് ഇവരുടെ ഒരു ടോക്ക് നടന്നു. സാന്ദ്ര തോമസിൻ്റെയും B ഉണ്ണികൃഷ്ണനെയും ഏഷ്യാനെറ്റ് ലൈവായിട്ട് 2 പേരെയും വിളിച്ച് ലൈനിലിട്ടു. ഇവർ തമ്മിൽ സംസാരിക്കുന്നതിൻ്റെ ക്ലിപ്പ് ഞാനിവിടെ പ്ലേ ചെയ്യാം. സാന്ദ്രയുടെ 7 ലക്ഷം രൂപ എന്നുള്ള ഫിഗറും ഞാൻ ഓർക്കുന്നുണ്ട്, അപ്പോളജി ലെറ്ററും ഓർക്കുന്നുണ്ട്. മിഥുൻ സാന്ദ്രയോട് സഹകരിക്കണം എന്ന് സാന്ദ്ര പറഞ്ഞപ്പോൾ അതിനും മിഥുനെ ഞാൻ പ്രേരിപ്പിച്ചിരുന്നു. ഇതെല്ലാം ഒരിക്കലുമില്ല, മിഥുനോട് ഞാൻ പറയില്ല. കാര്യം ജൂഡല്ല, അന്ന് മിഥുനാണ് എന്നോട് മോശമായിട്ട് അന്ന് സംസാരിച്ചതും പെരുമാറും. അതുകൊണ്ട് മിഥുനോടായിരുന്നു മിഥുന്റെ അടുത്തായിരുന്നു. പക്ഷെ ഞാൻ ഇവര് 2 പേരോടും എന്നോട് എന്റെ കൂടെ സിനിമ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. രണ്ടാമത് സിനിമ ചെയ്തില്ലേ? ആട് സംഭവിക്കുന്നത് അങ്ങനെയല്ല. ആട് സംഭവിക്കുന്നത് സാജിദ് യഹിയും സാജിദ് എന്റെ ഓഫീസിൽ തന്നെ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. സാജിദും എന്തായാലും നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞല്ലോ, സാന്ദ്ര കേട്ടോണ്ടിരിക്കുകയാണല്ലോ. സാന്ദ്ര ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ എന്റെ സംഘടനയിലെ അംഗങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള നിസ്സഹകരണവും ഉണ്ടാവില്ല. ഇനി 2, ഈ സാന്ദ്ര പറയുന്നുണ്ടല്ലോ ഞാൻ വലിയൊരു സ്വാധീനമുള്ള എല്ലായിടത്തും എന്റെ സാന്നിധ്യം ഉണ്ടെന്നുള്ളത്. ഞാൻ താങ്കളോട് പറയുന്നു, ഈ ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഇടപെടലുകളും സാന്ദ്രയ്ക്കെതിരായി ഞാനോ എന്റെ സംഘടനയോ നടത്തിയിട്ടില്ല. അത് ഉറപ്പായിട്ട് എനിക്ക് പറയാൻ കഴിയും. ഇത് ആദ്യം വിശ്വസിക്കേണ്ടത്, ബോധ്യം വരേണ്ടത് സാന്ദ്രയ്ക്കാണ്. അവർക്കത് ഇപ്പോഴും ഇല്ല. അത് എനിക്ക് അവർ ബോധ്യപ്പെട്ടാൽ, ഇപ്പോൾ ഞാനും അവരും തമ്മിലുള്ള ഒരു സൗഹൃദം ഈ അടുത്ത കാലം വരെ വളരെ ദൃഢമായിരുന്നു. നിങ്ങൾക്ക് അവരോട് ചോദിക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം അവരുടെ ഓരോ സിനിമകളുടെ പ്രിവ്യൂവിനും അവരെന്നെ ക്ഷണിക്കാറുണ്ടായിരുന്നു. ഇതൊക്കെ ഈ പറയുന്ന സംഭവങ്ങൾക്കെല്ലാം ശേഷമല്ലേ അവരുടെ അവസാന സിനിമാ മേഖലയിലാണ്. എന്റെ അവിടെ ഒരു പ്രമുഖ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന വ്യക്തിയെ ഞാൻ സ്വാഭാവികമായും പ്രിവ്യൂവിന് എല്ലാരും വിളിക്കുന്ന കൂട്ടത്തിൽ വിളിക്കും. അതിനകത്ത് ഞാൻ ശത്രുത കാണിക്കേണ്ട കാര്യമില്ല. തമ്മിൽ കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് താങ്കളോട് വ്യക്തിപരമായി ദേഷ്യമൊന്നുമില്ല. എനിക്കുമില്ല സാന്ദ്ര. പക്ഷേ ഈ ഞാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ നമുക്ക് മാധ്യമത്തിൽ നിന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കേണ്ട കാര്യമല്ലോ. നമുക്ക് നേരിട്ട് സംസാരിക്കാം എപ്പോഴെങ്കിലും അവസരം കിട്ടുമ്പോൾ. അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും മുന്നോട്ട് തന്നെയാണ്. കാര്യം ഞാൻ 23 വയസ്സ് മുതൽ ഈ ഒരു മേഖലയിലാണ്. എന്റെ ജോലി ഇതാണ്. അപ്പൊ എനിക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. എന്തൊക്കെ രീതിയിൽ എന്നെ പിന്നോട്ട് വലിക്കാൻ ശ്രമിച്ചാലും മാനസികമായി തളർത്താൻ നോക്കിയാലും എനിക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. ഓക്കെ, ഇതാണ് ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇവർ 2 പേരും സംസാരിച്ച ഒരു കാര്യം. അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമാണ്. ഇവരുടെ വിഷയങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ വിഷയങ്ങൾ. ഇവരുടെ വിഷയങ്ങളിൽ ഇവർ 2 പേരും മാത്രമല്ല ഉള്ളത്. പല ആളുകളും പല പേരുകളും പല ഡീലുകളും പല സിനിമയുടെ ബാക്കിലുള്ള കുറേ സംഗതികൾ ഇതിനകത്തുണ്ട്. ബേസിക്കലി ഈഗോ ക്ലാഷസ് ഭയങ്കരമായിട്ടുണ്ട്. അത് ഇവരുടെ വർത്തമാനത്തിൽ തന്നെ ഭയങ്കര വ്യക്തമാണ്. അപ്പോൾ വളരെ ചിരിച്ചിട്ട് B ഉണ്ണികൃഷ്ണൻ നമ്മൾ തമ്മിൽ പേഴ്സണലി പ്രശ്നമൊന്നുമില്ലല്ലോ സാന്ദ്ര ചിരിക്കുമ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും കാണുന്ന സമയത്ത് നമുക്ക് സംസാരിക്കാമെന്നൊക്കെ പറയുമ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ ഈ കാര്യങ്ങൾ ചർച്ചയാവുമെന്നും ന്യൂസിൽ ഈ കാര്യങ്ങൾ ചർച്ചയാവും എന്നുള്ളതൊക്കെ
വളരെ വ്യക്തമായിട്ട് അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇനീഷ്യേറ്റ് ചെയ്തിട്ട് എന്താണ് വിഷയം എന്ന് പറഞ്ഞിട്ട് അവരുടെ സംഘടനയിൽ നിന്ന് അവർ പുറത്താക്കി അവരുടെ സംഘടനയ്ക്ക് തലപ്പത്തിരിക്കുന്നവർക്ക് കേസ് കൊടുത്ത ഒരാളെ ശരിക്കും കേസ് കൊടുത്ത ഒരാളോട് ഇങ്ങനെ ഒരു സംസാരം തന്നെ മീഡിയയിലൊന്നും സംസാരിക്കുന്നത് ആയിരുന്നോ എന്താണെങ്കിലും തമ്മിൽ പ്രശ്നമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് കണ്ട് സംസാരിച്ച് തീർക്കാൻ ഏതെങ്കിലും ഒരു സാഹചര്യമല്ല ഒരു സാഹചര്യം ഉണ്ടാക്കി സംസാരിച്ച് തീർക്കുക എന്നുള്ളതാണ് അതിൻ്റെ രീതി. എന്താണെങ്കിലും ഞാൻ അന്ന് സാന്ദ്ര തോമസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് അത്യാവശ്യം അറിയാവുന്ന ഫിലിം സർക്കിളിലുള്ള ആളുകളൊക്കെ ആയിട്ട് സംസാരിച്ച സമയത്ത് എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ആരും ഒട്ടും കുറവുള്ളവരല്ല, എല്ലാവരും അത്യാവശ്യം ഒരു വെടിക്ക് ഉണ്ട കയ്യിലുള്ളവരാണ്. അപ്പോൾ അത്ര അങ്ങനെ അങ്ങോട്ട് എന്താ പറയുക, എല്ലാവരും ഒരു സൈഡ് മാത്രം നമ്മളിങ്ങനെ ആ സീനല്ല, എല്ലാവരും അത്യാവശ്യം പരിപാടികൾ കയ്യിലുള്ള ആളുകളാണ്. പിന്നെ ഇവരുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഇവർ തമ്മിലുള്ള ഈഗോ ക്ലാഷുകളും വിഷയങ്ങളും കാര്യങ്ങളും ഫണ്ടിൻ്റെ പ്രശ്നങ്ങളും അതൊക്കെ തന്നെയാണ് ഇവരുടെ ഒരു പ്രശ്നം. എന്താണെങ്കിലും ഇവരുടെ ഈ പ്രശ്നങ്ങൾ ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സാന്ദ്ര തോമസ്, ബി ഉണ്ണികൃഷ്ണൻ, ഈ സംഗതികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഷാലു പയ്യാട്, ഓക്കെ, ടൈറ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഷാലു പയ്യാട് എന്താ ഇതിനകത്ത് എന്നുള്ളത് നമ്മൾ വിചാരിക്കുന്നുണ്ടാവും. ഷാലു പയ്യാട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആക്ച്വലി ഷാലു ചേട്ടൻ എന്നെ വിളിച്ചിട്ട് ഒരു എനിക്ക് തോന്നുന്നു ഒരു 2-3 ആഴ്ച മുമ്പ്, 1-2 ആഴ്ച മുന്നേ ആണ് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഡേറ്റ് ഓർമ്മയില്ല, ഒരു ചാരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ അങ്ങനെ ചെയ്തതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി എന്നോട് വിളിച്ച സമയത്ത് ഷാലു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പറഞ്ഞ സംഘടനയിൽ നിന്ന് ഷാലു എന്ന് പറഞ്ഞ വ്യക്തിയെ സസ്പെൻഡ് ചെയ്യും, ഇപ്പം അടുത്ത് തന്നെ പുറത്താക്കും. കാരണം 1-2 പേരുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, സംഘടനയിൽ തന്നെയുള്ള മെമ്പേഴ്സിൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് വന്ന സമയത്ത് എന്തുകൊണ്ട് സംഘടന സഹായിക്കുന്നില്ല എന്നുള്ള ചോദ്യം സംഘടനയിൽ ചോദിച്ചപ്പോൾ നീ ആരടാ ഇത് ചോദിക്കാൻ എന്ന് പറഞ്ഞിട്ട് പുറത്താക്കി എന്നുള്ളതാണ് അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് സസ്പെൻഡ് ചെയ്ത് വന്ന് പിന്നെ അത് പുറത്താക്കലായി മാറിയിട്ടുണ്ട്. അപ്പം ബി ഉണ്ണികൃഷ്ണൻ റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഇഷ്യൂ നടക്കുമ്പോൾ ഷാലു പയ്യാൻ ഇട്ട 2 വീഡിയോസ് ഉണ്ട്. ഒന്ന് ഇന്നിട്ട വീഡിയോ ആണ്, ഓക്കെ, അതിലൊരാൾ കൊച്ചിയിൽ വന്ന തട്ടിക്കളയെന്ന് പറഞ്ഞൊരു സംഗതി. ഇതിന് മുമ്പ് ഈ പറഞ്ഞ ഇഷ്യൂ നടന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഷാലു പയ്യാട് ബി ഉണ്ണികൃഷ്ണൻ റിലേറ്റഡ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ. എന്നെ ബി ഉണ്ണികൃഷ്ണൻ കഴിഞ്ഞ ആഴ്ച എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ മലയാള സിനിമ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കലെന്ന്. സത്യം പറഞ്ഞ ഇത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും മിസ്റ്റർ മാടമ്പി, നിങ്ങളത് മനസ്സിലാക്കുക. എനിക്ക് എത്ര പറയാനുള്ളൂ. കാരണം നിങ്ങളെയൊക്കെ പലരും പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. നിങ്ങളെ പേടിച്ചിട്ട്, നിങ്ങൾ ആളെ പേടിച്ചിട്ടല്ല, നിങ്ങൾ ചിലപ്പോൾ ഇനി ഒരു സിനിമ കൊടുക്കൂലെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് സിനിമയാണ് ചെയ്യണം. കാരണം ഏതാണ്ട് 100ഓളം സിനിമ ഞാൻ ചെയ്ത് കഴിഞ്ഞ്, ഞാൻ വെറും ഒരു സിനിമ ചെയ്തിട്ട് പോകാൻ വേണ്ടി വന്ന ആളാണ്. പക്ഷെ 10-100 പടം ചെയ്തതൊക്കെ വലിയ പടങ്ങൾ തന്നെയാണ്. എല്ലാം നല്ല സൂപ്പർ സ്റ്റാർ പടങ്ങളൊക്കെ തന്നെ ചെയ്തത്. സിനിമയോടുള്ള ആഗ്രഹമൊക്കെ തീർന്നു. ഇനി എനിക്ക് 2 പിള്ളേരെ വളർത്തി മര്യാദയ്ക്ക് കുറെ കല്യാണമൊക്കെ ചെയ്ത് ഒരു 10-25 പിള്ളേരുടെ കൂടെ ജോലിയുണ്ട്. അപ്പൊ അവരെ എന്നെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. എന്തായാലും ഇനി സിനിമയിൽ വന്ന് നടന്ന് കളിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. അപ്പൊ ഞാൻ ചെയ്ത തെറ്റിത്രേ ഉള്ളൂ. കൂടെ നിന്നൊരു പയ്യന്റെ വീട്ടിൽ വെള്ളം കയറിയപ്പം അവനെ ഒന്ന് സഹായിച്ച്, ഒരു മനസാക്ഷിത്വം കാണിച്ച്. സ്വാഭാവികമായിട്ടും ഗ്രൂപ്പിൽ ഞാൻ ഈ വീഡിയോ ഇട്ടിട്ട് പറഞ്ഞ് അവനെ ഒന്ന് സഹായിക്കണം, പാവമാണ്. ഇപ്പോഴും നമ്മളൊരു യൂണിയൻ എന്നൊക്കെ പറയുമ്പോൾ അതാണല്ലോ, നമ്മളൊരു ആവശ്യത്തിനല്ലേ നമ്മളെല്ലാവരും സഹായിക്കേണ്ടത്. ഞാനത് പറഞ്ഞപ്പോ ഇവര് പറഞ്ഞ് കമ്മിറ്റി കൂടിയിട്ട് സൗകര്യമുള്ളപ്പോ ചെയ്യാമെന്ന്. പക്ഷെ എന്തായാലും നാളിതുവരെ ഇത് നടന്നിട്ട് ഏതാണ്ട് 6 മാസത്തിൽ കൂടുതലായി. ഈ നിമിഷം വരെ ആ പയ്യന് 1 രൂപ പോലും കൊടുത്തിട്ടില്ല. പക്ഷെ അപ്പോഴും തന്നെ അവന്റെ കയ്യിൽ ഒരു പൈസ ഇല്ലാന്ന് അറിഞ്ഞിട്ട് തന്നെ ഞാൻ ആദ്യം ഒരു എമൗണ്ട് അവന്റെ അക്കൗണ്ടിൽ ഗൂഗിൾ പേ ചെയ്തിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വെബ്കയുടെ യൂണിയനിൽ അങ്ങിട്ട് ആ ഗ്രൂപ്പിലിട്ട് 500, 1000, 2000 രൂപ വീതം അവരിട്ട് എല്ലാം കൂടെ ഞങ്ങൾ ഒരു 15,000 രൂപ ഒരു 10-15 മിനിറ്റിനകത്ത് തന്നെ അവന്റെ അക്കൗണ്ടിൽ നമുക്ക് കൊടുക്കാൻ പറ്റി. ഈ കൊടുത്തതാണ് ഇവരെ പ്രകോപിപ്പിച്ച ഏറ്റവും വലിയ കാര്യം. കാരണം യൂണിയനേക്കാൾ വലുതായിട്ട് ആരും വളരരുത് എന്നാണ് ഞങ്ങളുടെ സംഘടനയുടെ അജണ്ട. ഇഷ്ടം പോലെ കല്യാണം അവർക്കുണ്ട്. ഞാൻ കല്യാണം എടുത്ത് അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ട്. അതായത് ഒരാളെ തൊഴിൽ നിഷേധിച്ചിരിക്കുകയാണ്. ബി ഉണ്ണികൃഷ്ണൻ റിലേറ്റഡ് ആയിട്ട് സാന്ദ്ര തോമസ് ആണെങ്കിലും ഇപ്പോൾ ഷാലു പയ്യാടാണെങ്കിലും ഇതിനു മുമ്പ് സംസാരിച്ച 1-2 പേരാണെന്നെങ്കിലും ഒക്കെ കൃത്യമായിട്ട് ഇവർ പറയുന്നത് തൊഴിൽ നിഷേധിക്കുന്നു. ഏതെങ്കിലും കാരണവശാൽ ഇവരുടെ സംഘടനയ്ക്കെതിരെയോ ഈ വ്യക്തിക്കെതിരെയോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഇവർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ഒന്നും വേണ്ട, ഒരു ബൈലോ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടക്കം സസ്പെൻഷനും ബാക്കി പരിപാടികളും, പിന്നെ സിനിമയിലേ നിന്നെ നിൽക്കാൻ സമ്മതിക്കില്ല, നിന്നെ ഓടിച്ചു കളയും. ഞാൻ പണ്ട് പവർ ഗ്രൂപ്പ് വീഡിയോ ചെയ്ത സമയത്ത് വന്ന പേരുകളൊക്കെ തന്നെയാട്ടോ ഈ ഉണ്ണികൃഷ്ണനും ടീമൊക്കെ. നിങ്ങളെല്ലാവരും മോഹൻലാൽ മമ്മൂട്ടി എന്നൊക്കെ വിചാരിച്ചു പോകുമ്പോൾ ഞാൻ അന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ. പഴയ വീഡിയോ കാണുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം. പുതിയതായിട്ട് വന്നവരുണ്ടെങ്കിൽ പഴയ വീഡിയോസ് കൂടെ ഒന്ന് പോവാം, ഹേമ കമ്മിറ്റി വീഡിയോ ഒക്കെ. അപ്പം എന്താണെങ്കിലും ഷാലു പയ്യാട് ഇങ്ങനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. ഷാലു പയ്യാടിനോട് ബി ഉണ്ണികൃഷ്ണൻ ഇനി സിനിമ നിന്നോട് ജയിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങേര് മറ്റേ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിയും അല്ലെങ്കിൽ ഈ പറഞ്ഞ കല്യാണ വീഡിയോഗ്രാഫിയൊക്കെ ആയിട്ട് തന്നെ
ലൈഫ് മുന്നോട്ട് പോകാനുള്ള പരിപാടി അങ്ങേക്ക് ചെയ്യാനറിയാം, പണി ചെയ്യാൻ അറിയുന്ന ഒരുത്തനാണ്. പണി ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നുള്ള മൂഡിൽ തിരിച്ചടിക്കുകയും ചെയ്തു. നമുക്കറിയാം ഷാലു പയ്യാൻ്റെ സംസാര രീതി എങ്ങനെയാണ്, ആൾ തിരിച്ച് സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന്. എന്താണെങ്കിലും ആ രീതിയിൽ റിപ്ലൈ കൊടുത്തിട്ട് അങ്ങനെ നിർത്തി ഈ വീഡിയോ അങ്ങനെ പോസ്റ്റ് ചെയ്തു. ഞാൻ നോക്കുമ്പോൾ സിമിലർ തിങ് അവിടെ സാന്ദ്ര പറയുന്നതും തൊഴിൽ നിഷേധിക്കുന്നു, ഇവിടെ ഷാലു പയ്യാട് പറയുന്നതും ഒരാളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പിൽ പറഞ്ഞു, അതാരും സഹായിക്കാത്തതുകൊണ്ട് ഗ്രൂപ്പിൽ എല്ലാവരും കൂടി സഹായിച്ചു, അതിൻ്റെ പേരിൽ എന്താക്കി പുറത്താക്കി എന്നുള്ളതാണ്. ഇനി അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ ഇതിനെക്കുറിച്ച് ഇയാൾ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ കൂടി ഞാൻ അവിടെ വയ്ക്കാം. ഞാൻ എനിക്കൊരു പടം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു 100 ദിവസമുള്ള വലിയ പടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡിസംബർ 9-ാം തീയതിയാണ് ആ പടം തുടങ്ങിയത്. ഞാൻ 8-ാം തീയതി തന്നെ അവിടെ ജോയിൻ ചെയ്തു. 10-ാം തീയതി രാവിലെ അവരവിടെ നിന്ന് കമ്മിറ്റി കൂടി എന്നെ പുറത്താക്കാൻ തീരുമാനിക്കുന്നു. 12-ാം തീയതി എനിക്ക് ലെറ്റർ കിട്ടുന്നു. ഈ കാണുന്ന ലെറ്റർ 12-ാം തീയതിയാണ് എൻ്റെ കയ്യിൽ പറഞ്ഞത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ 6 മാസം മുമ്പ് കഴിഞ്ഞ ഒരു ചെറിയൊരു വെള്ളക്കയറ്റ് പരിപാടി ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു പയ്യൻ്റെ വീട്ടിൽ വെള്ളം കയറി. ഞങ്ങളുടെ കൂട്ടത്തിലുള്ളൊരു ഫോട്ടോഗ്രാഫർ മെമ്പറിൻ്റെ വീട്ടിലാണ് വെള്ളം കയറിയത്. വെള്ളം കയറിയ സമയത്ത് അവൻ എനിക്ക് വീഡിയോ എടുത്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, ചേട്ടാ വീട്ടിൽ വെള്ളം കയറുന്നത്. അവൻ എനിക്ക് മാത്രമല്ല ഞങ്ങളുടെ സംഘടനയുടെ പ്രസിഡൻറ്റിനും സെക്രട്ടറിക്കൊക്കെ അയച്ചു കൊടുത്തത്. അവരാരും ഇത് മൈൻഡ് ചെയ്തില്ല. ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗ്രൂപ്പിലെടുത്ത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട് ഫെഫ്കയുടെ, ഞാൻ ഒഫീഷ്യൽ ഗ്രൂപ്പിലെടുത്തിട്ട് ഞാൻ പറഞ്ഞു അവൻ എന്തെങ്കിലും സഹായിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മിറ്റി കൂടിയിട്ടേ തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ ഒരുത്തൻ്റെ വീട്ടിൽ വെള്ളം കയറി നിൽക്കുമ്പോൾ ഒരുത്തൻ ചാവാൻ കഴിഞ്ഞ് കിടക്കുമ്പോൾ അവൻ ഇപ്പോഴെന്തെങ്കിലും സഹായിച്ചിട്ടേ കാര്യമുള്ളൂ, അല്ലാതെ നിങ്ങളെ സൗകര്യത്തിനല്ല ചെയ്യാനെന്ന് പറഞ്ഞു. ഇപ്പം നിങ്ങൾ വേറൊരു എന്താ പറയുക, ഇത് വേറൊരുത്തൻ്റെ അടുത്ത്, ഇത് വലിയ ഒരുത്തൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ ഇത് കാണിക്കില്ല. കാരണം ഞങ്ങളുടെ സംഘടനയിൽ ഏതാണ്ട് 10-18 ലക്ഷം രൂപ വേറെ ഷോ എന്ന് പറഞ്ഞിട്ട് അടിച്ചു മാറ്റിക്കൊണ്ടൊക്കെ പോയ ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ ചോദിക്കാറൊക്കെ ചെയ്ത സംഭവങ്ങളാണ്. എന്നിട്ട് പിന്നീട് ഒരു കമ്മിറ്റി കൂടി അത് കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ കുറേ നമ്പർ അടിക്കും, അത് വേറെ അങ്ങനെ. അപ്പം ഞാൻ ഈ 18 ലക്ഷം രൂപ കൊടുക്കാൻ പറഞ്ഞില്ല, അല്ലെങ്കിൽ ലക്ഷങ്ങൾ കൊടുക്കാൻ പറഞ്ഞില്ല, ഒരു 10-15 രൂപ അവൻ്റെ അപ്പോഴത്തെ അന്നത്തെ ആവശ്യത്തിന് വേണ്ടി കൊടുക്കാനാണ് പറഞ്ഞത്. കാരണം അവൻ്റെ അമ്മയുണ്ട്, പിള്ളേരുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി താമസിക്കാനുള്ളൊരു പരിപാടി ഞാൻ പറഞ്ഞുള്ളൂ. ഈ നിലവിലിപ്പോഴേ ഈ സസ്പെൻഷൻ ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ വെല്ലുവിളി നടത്തി, എന്താണ് സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി എന്നൊക്കെയാണ്. അതെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു അവന്. എന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ സ്ക്രീൻഷോട്ട് ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ അങ്ങ് പോസ്റ്റ് ചെയ്ത് അതിൻ്റെ തൊട്ട് എന്നിട്ട് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അവനൊന്ന് സഹായിക്കും ആർക്കെങ്കിലുമൊക്കെ, ഇല്ലെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞ്. എന്തായാലും ഞാൻ അവനെ സഹായിക്കും എന്ന് പറഞ്ഞ് ഞാൻ എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കൊടുത്തു. ഞാൻ കൊടുത്തതിൻ്റെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ കുറേ മെമ്പർമാർ 500-1000 രൂപയൊക്കെ വീതം എന്തായാലും ഒരു 10-15,000 രൂപ ഞങ്ങളൊരു 10 മിനിറ്റിനകത്ത് അവന് കളക്ട് ചെയ്ത് കൊടുത്തു. ഈ കളക്ട് ചെയ്ത് കൊടുത്തത് ഞങ്ങളുടെ സെക്രട്ടറി ടീമിനെയൊക്കെ, അതായത് ഫെഫ്ക എന്ന് പറഞ്ഞ സംഘടനയിലുള്ള ഞങ്ങളുടെ യൂണിയനിൽപ്പെട്ടവർക്ക്, ഒരു നേതൃസ്ഥാനത്ത് നിൽക്കുന്നവർക്ക് ഒരു ഈഗോ അടിച്ച്, ഈ ഈഗോ ആണ് സസ്പെൻഷനിലോട്ട് വന്നത്. ഓക്കെ, അപ്പോൾ സസ്പെൻഷനിലേക്ക് എത്തിയ ആ ഒരു വഴി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ ഇത് ഇവിടെ നിൽക്കട്ടെ. ഇന്ന് ഷാലു പയ്യാട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് ഷാലു പയ്യാട് കഴിഞ്ഞ ദിവസം നിങ്ങളിപ്പോൾ ഈ കണ്ട ബി ഉണ്ണികൃഷ്ണൻ റിലേറ്റഡ് വീഡിയോ ഇട്ട സമയത്ത് അതിൽ നിന്ന് പൊട്ടിപ്പൊളിഞ്ഞു വന്ന വേറൊരു അടിമ, ആ വ്യക്തി പോയിട്ട് ഷാലു പയ്യാടിനെ വധഭീഷണി. എന്നെ ഇപ്പോ സോഹൻലാൽ എന്ന് പറഞ്ഞിട്ട് ഫെഫ്കയുടെ വൈസ് പ്രസിഡന്റ് ആണെന്ന് തോന്നുന്നു, പുള്ളി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഭയങ്കര സോപ്പിട്ട് സംസാരിച്ച്, രണ്ടാമത് അതിൽ ഞാൻ അടുക്കളെന്ന് കണ്ടപ്പോ ഭീഷണി, മുട്ടൻ ഭീഷണിയാ, ഒരേ വിളിയാ. അപ്പോ എന്തുകൊണ്ടാണ് മറ്റുള്ളവരൊന്നും ഇവർക്കെതിരെ ഒന്നും ഒരു പരാതിയായിട്ട് വരാത്തതെന്നും ഇവരെയൊക്കെ പേടിച്ച് മാറുന്ന എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇന്ന് മനസ്സിലായി. കാരണം നമ്മളൊരു വിഷയത്തിൽ വരുമ്പോ ആണല്ലോ നമുക്ക് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാവണത്. എന്തായാലും എന്നെ അത്യാവശ്യം മാന്യമായിട്ട് നന്നായിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ കൊച്ചിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്റെ കൈയും കാലും വെട്ടിയെടുക്കും, എന്നെ അങ്ങ് തീർത്ത് കളയുമെന്നാണ് പറഞ്ഞേക്കണത്. അപ്പോ എനിക്ക് സ്വാതന്ത്ര്യത്തെ പറയാനുള്ളതെന്ന് വെച്ചാ, ചേട്ടാ നമ്മള് ജനിച്ചു വരുമ്പോ ഇത്ര വയസ്സ് വരെ ഇവിടെ ജീവിക്കാന്ന് പറഞ്ഞിട്ടൊന്നുമല്ല പറഞ്ഞത്. ജീവിക്കുന്ന നാള് ആണായിട്ട് ജീവിക്കണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. എന്റെ അച്ഛൻ എന്നെ അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അച്ഛൻ ചായ അടിച്ചാണ് എന്നെ വളർത്തിയത്. 10-35 വർഷം അങ്ങനെ ചായ അടിച്ചാണ്. അങ്ങേരെ വേർപ്പിന്റെ അത് ഇതിലുണ്ട്. ഒരു സാധാരണക്കാരനായോണ്ട് ചോദിക്കൂല എന്നുള്ളത് കാരണമൊന്നും വേണ്ട, ചോദിക്കണ ചോദിച്ചിട്ടേ പോകൂ. സാധാരണക്കാരന്മാരെ ഇവിടെ എന്തെങ്കിലും ചോദിച്ചിട്ടുള്ളൂ. എന്തായാലും നിങ്ങളിൽ കാശുണ്ടാവും, പവർ ഉണ്ടാവും, പണം ഉണ്ടാവും, അതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഇരുന്നോട്ടെണ്ണ. അത് വെച്ചിട്ട് ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വരണ്ട. എനിവേ എന്തായാലും അണ്ണൻ കോൾ വിളിച്ചത്, അതിന് എന്നെ ഭീഷണിപ്പെടുത്തതിന്റെ ഒക്കെ റെക്കോർഡ് എന്റെ ഉണ്ട്. അത് ഞാൻ എത്തിക്കാനടുത്ത് എത്തിച്ചോളാം. ഇതിൽ ഞാൻ വയ്ക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ണൻ എന്നെ വിളിച്ച തെറിയുടെ 10 ഇരട്ടി തെറി ഞാൻ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. അണ്ണനും ഞാനും മാത്രം അത് കേട്ടാൽ മതി, നമ്മൾ തമ്മിൽ അറിഞ്ഞാൽ മതി. അത് പബ്ലിക്കായിട്ട് ഇട്ട് കഴിഞ്ഞാൽ വെറുതെ അണ്ണനൊരു ചീത്ത പേരും അല്ലെങ്കിൽ നമ്മളെ സംസ്കാരം നമ്മളെ നാട്ടുകാരെ കാണിക്കണമെന്ന് വെച്ചിട്ട് മാത്രമാണ്. എനിവേ എന്തായാലും എന്റെ ഭീഷണി കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാനത് സന്തോഷത്തോടെ 2 കൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഭീഷണിയുടെ സ്വരം ഷാലു പയ്യാടിന് കിട്ടിയത്. ഇത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സിനിമാ ഫീൽഡിനകത്ത്
എത്രത്തോളം റിവഞ്ച്, എത്രത്തോളം ഈ പുഴുക്കുത്തൽ, ഈ പറഞ്ഞ മാതിരി പാരവെപ്പ്, എന്തോന്നാണ് ഈ മനസ്സിലാവുന്നില്ല. ഒരു കോ എക്സിസ്റ്റൻസ് പറഞ്ഞ സാധനം ഏതൊരു ഫീൽഡിനകത്തും ഇല്ലേ. അത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എക്സിസ്റ്റൻസിന് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ കോ എക്സിസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക, നമ്മളാരെയും ഉപദ്രവിക്കാതിരിക്കുക. നമ്മളാരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാലും മാക്സിമം അവരോട് പറഞ്ഞ കാര്യം മനസ്സിലായി, ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ വഴിയില്ലാന്നുണ്ടെങ്കിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ചെയ്തിട്ട് മുന്നോട്ട് പോകുക. ഇനി പറ്റ കൈവിട്ട് പോയാൽ ഈ പരിപാടികളൊക്കെ കാണിക്കുക. അല്ലാതെ നമ്മൾ തന്നെ പവർ ഗ്രൂപ്പ്, നമ്മൾ തന്നെ എല്ലാം തീരുമാനമാക്കുന്നുള്ള ഒരു ലൈൻ പിടിച്ചു കഴിഞ്ഞാൽ എത്ര കാലം ഇതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും? പഴയ പോലെയല്ല, സോഷ്യൽ മീഡിയ ഒക്കെ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു കാലമാണ്. ഇപ്പോൾ ഈ കോൾ റെക്കോർഡോ അല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? കുറച്ച് കാലം എയറിലിരിക്കുമല്ലോ, നാണോ മാനവും പോവും ചെയ്യും. പിന്നെ ഇല്ലാത്തവർക്ക് പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരാളുടെ തൊഴിൽ നിഷേധിക്കുക എന്നുള്ള പരിപാടി വളരെ വൃത്തികെട്ട ചെറ്റ പരിപാടിയാണ്. കാണിക്കാതിരിക്കുക. ഏത് ഫീൽഡിലാണെന്നുണ്ടെങ്കിലും അയാളെ പണിയെടുത്തിട്ട് പോട്ട്. ഓക്കെ, പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞു നോക്കണം. പറഞ്ഞു നോക്കിയിട്ട് അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ളൊരു പ്രവൃത്തി ചെയ്തതാണെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ വഴിയില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യാം? നമ്മൾ ചെയ്യുന്ന വർക്കിൽ നിന്ന് നമുക്ക് മാറ്റി നിർത്താം. നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മാറ്റാം. അല്ലാതെ പോണോടത്തും വരുന്നോടത്തും ഒന്നും ഇവനൊരു പണിയും കിട്ടരുതെന്നുള്ള രീതിക്ക്. കാര്യം ഇത് എനിക്ക് തോന്നുന്നു ഷാലുപ്പയ്യാട് എന്ന് പറഞ്ഞ ആൾ വളരെ ഫെയർ ഇനഫ് ആയിട്ടുള്ളൊരു കാര്യമാണ് ചോദിച്ചത്. ഒരു സംഘടനയുടെ അകത്ത് ചേരുന്ന സമയത്ത് 1 ലക്ഷം രൂപ എങ്ങാണ്ട് കൊടുക്കണം എന്ന് തോന്നുന്നുണ്ട് ഇവിടെ ഒരാൾ. അപ്പോൾ ഒരാൾക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ഒന്നും ഒരാളെ വീട്ടിൽ വെള്ളം കയറി, ഫെയർ ഇനഫ്. പൈസ ഇല്ലാത്ത സമയത്ത് ഇപ്പോൾ സംഘടന കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എന്താ? തമ്മിൽ ഹെൽപ്പ് ചെയ്യാൻ. മേജറായിട്ടൊരു ക്രൈസിസ് വന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഒരാളെ സഹായിക്കാൻ നമുക്ക് സംഘടന ഹെൽപ്ഫുൾ ആയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നം വരുമ്പോഴത്തേക്ക് ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഇല്ല അടുത്ത ആഴ്ച നമ്മൾ മീറ്റിംഗ് കൂടിയിട്ടേ സഹായിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു പിന്നെ സംഘടനേൻ്റെ ആവശ്യമില്ലല്ലോ. വേറൊരു കാര്യമുണ്ട്, ആവശ്യമുള്ളവർക്ക് സംഘടനയുടെ അത്രയും മെയിനായിട്ട് വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്നും ചോദിക്കാതെ തന്നെ സഹായങ്ങൾ എത്തിയ സംഗതിയും ഷാലുപ്പയ്യാട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്താണെങ്കിലും ഇതൊക്കെയാണ് സിനിമ അധോലോകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ. ഓക്കെ, ചിലരുടെ കയ്യിൽ ചിലരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം അവർ സിനിമ വെച്ച് ഉരുട്ടി ഉപയോഗിക്കുന്നൊരു പരിപാടി വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട്. ഇനി മുന്നോട്ട് തന്നെ നടക്കും. ഷാലുപ്പയ്യാടിനെ പോലുള്ളവരോ സാന്ദ്ര തോമസിനെ പോലുള്ളവരോ വന്ന് സംസാരിച്ചാലൊന്നും വലിയ മാറ്റം ഇതിനകത്തൊന്നും വരാൻ പോകുന്നൊന്നുമില്ല. ഇവരൊന്നും മാറാനും പോകുന്നില്ല. കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കളികളും എല്ലാ കൊള്ളരായ്മയും എല്ലാ വേണ്ടാത്ത ഈറ്റങ്ങളൊക്കെ തമ്മിൽ അറിയുന്നതുകൊണ്ട് ഒരുത്തരം പറഞ്ഞാൽ മറ്റൊരുത്തൻ മറ്റേ പഴയ സാധനം കുത്തിപ്പൊക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് തെമ്മാടിത്തരം പുറത്തിടുന്നുള്ള പേടിയുണ്ട് തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് അവർ പോകും. ഇതേമാതിരി വന്ന് ജെന്യൂനായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പറയുന്നവർ ഒറ്റപ്പെട്ട് ഫീൽഡ് ഔട്ടുമായി, ഫീൽഡിൽ നിന്ന് പുറത്തുമായി വേറെ പണി നോക്കി പോകേണ്ട അവസ്ഥയും വരും.